മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ കെ പി വിശ്വനാഥൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. എ കെ ആന്റണി, ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ വനം മന്ത്രിയായിരുന്നു. കുന്നംകുളം, കൊടകര നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് 6 തവണ MLA ആയിട്ടുണ്ട്. വിവരങ്ങളുമായി ജെയ്സൺ ചാമോളപ്പൽ. ജെയ്സൺ, കെ പി വിശ്വനാഥൻ്റെ മരണം അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ്. ഇന്ന് രാവിലെ 9:30 കെ പി വിശ്വനാഥൻ്റെ മരണം സംഭവിക്കുന്നത്. അദ്ദേഹം ഡയാലിസിസിനായി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രി, എലൈറ്റ് ആശുപത്രിയിൽ ഇന്ന് രാവിലെ എത്തിയതാണ്. രാവിലെ എത്തി ഡയാലിസിസ് നടക്കുന്നതിനിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. രോഗബാധിതനായിരുന്നു. പക്ഷേ ഒരു കിടക്കുന്ന ഒരു സാഹചര്യം, അതായത് ഒരു കിടക്കയിൽ കിടക്കുന്ന അല്ലെങ്കിൽ അത്ര ഗുരുതരമായൊരു സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുമ്പോഴുണ്ടായ ഹൃദയാഘാതമാണ്, ഡയാലിസിസ് നടക്കുമ്പോഴുണ്ടായ ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമായതെന്നാണ് നമ്മുടെ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. നിരവധി തവണ MLA ആയിരുന്നു. അതോടൊപ്പം തന്നെ 2 തവണ മന്ത്രിയായിരുന്നു. 1991 കെ കരുണാകരൻ മന്ത്രിസഭയിലും അതുപോലെ തന്നെ 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും ഇദ്ദേഹം വനമന്ത്രിയായിരുന്നു. നികേഷ് കുമാറിനൊക്കെ അറിയുന്നത് പോലെ തന്നെ ഇദ്ദേഹം ഒരു ചന്ദനത്തൈല ഫാക്ടറിയുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദ ഹൈക്കോടതി പരാമർശത്തിൻ്റെ പേരിൽ രാജിവെക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിലെ സജീവമായ ഒരു നേതൃനിരയിലുണ്ടായിരുന്ന എ കെ ആന്റണിയും അതുപോലെ തന്നെ കെ കരുണാകരനും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ സജീവമായി നിന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 1977 80 കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്നും അതോടൊപ്പം തന്നെ 87, 91, 96, 2001 കാലഘട്ടങ്ങളിൽ കൊടകരയിൽ നിന്നും MLA ആയി. 2 തവണ അദ്ദേഹം പ്രൊഫസർ C രവീന്ദ്രനാഥിനോട് കൊടകരയിൽ നിന്ന് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് 2006 2011 ഇദ്ദേഹം പരാജയപ്പെടുന്നത്. ഇത് കോൺഗ്രസിൻ്റെ നേതാവ് എന്നതിനൊപ്പം തന്നെ എ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ശക്തനായ വക്താവ് കൂടിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ തന്നെ എ കെ ആന്റണിയുടെയും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ കൂടി കെ പി വിശ്വനാഥനെ എടുത്തു പറയേണ്ട.